ഹലോ, നമസ്കാരം. എല്ലാവർക്കും ലേൺ ഫിസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയതിൻ്റെ ബാക്കി, അതായത് ആ ചാപ്റ്ററിൻ്റെ വളരെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നതെന്ന്. അതായത് ഈ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്, അതായത് പൊസിഷൻ്റെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ ചെയ്ത് വെലോസിറ്റിയും ആക്സിലറേഷനും എല്ലാം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് കണ്ടു അല്ലേ. അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് തന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എല്ലാം നമുക്ക് 3 ഡയമെൻഷനിലോട്ട് മാറ്റാൻ കഴിയും. ഏതൊക്കെയാണ് ഇക്വേഷൻ ഓഫ് മോഷൻ? V = U + AT, S = UT + ½ AT² and B² - U² = 2AS. ഇത് മൂന്നുമായിരുന്നു ഇക്വേഷൻ ഓഫ് മോഷൻ. അതായത് അതിൻ്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലും എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ളതും ഇതുപോലെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷനും ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിച്ചു. ഇനി അടുത്ത ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് പ്രൊജക്ടൈൽ മോഷൻ. എന്താണ് ഈ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഓബ്ജക്റ്റ് എടുത്ത് എറിയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയോടുകൂടെ അത് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പാരബോളിക് ഷേപ്പിലായിരിക്കും, ഒരു പാരബോള പോലെ അല്ലേ. അതിനെയാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളൊരു ഓബ്ജക്റ്റിനെ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയോടുകൂടി പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മൂവിങ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഓർ ത്രോയിങ് വിത്ത് എ പെർട്ടിക്കുലർ ഇനീഷ്യൽ വെലോസിറ്റി, അത് കഴിഞ്ഞിട്ട് അത് എർത്തിൻ്റെ ഗ്രാവിറ്റിയോടുകൂടെ മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനമാണ്. അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഒരു പാരബോളിക് ഷേപ്പിലായിരിക്കും. പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് പാരബോളിക് ഷേപ്പിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് സാധാരണ. അതായത് ഇതിൻ്റെ മോഷൻ ഞാൻ പറഞ്ഞു ഒരു പാരബോളിക് പാത്താന്ന് പറഞ്ഞു. ഇനീഷ്യലി ഇറ്റ് ഈസ് മൂവിങ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി V. ഓക്കെ, യു എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ വെലോസിറ്റിയോടുകൂടെ മൂവ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. യു എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ വെലോസിറ്റിയോടുകൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓരോ പോയിന്റിലെത്തുമ്പോഴും എന്തായിരിക്കും അതിൻ്റെ വെലോസിറ്റി ആക്സിലറേഷൻ എന്ന് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റിലും അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലൂടെ ആയിരിക്കും. ആ പ്രൊജക്ടൈൽ പാത്തിൻ്റെ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലൂടെ ആയിരിക്കും അതിൻ്റെ, ഇപ്പോൾ ഇതിങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഫൈനൽ ഇവിടെ എത്തുമ്പോൾ എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V. ഓക്കെ, ഇതാണ് വെലോസിറ്റി, ഇതാണ് ഇവിടുത്തെ വെലോസിറ്റി. ഇങ്ങനെ ആയിരിക്കും അത് വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. ഇത് നെഗറ്റീവ് ഡയറക്ഷനിൽ. ഓക്കെ, ഇവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ഇതേ പാരലൽ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ പോയിന്റിൽ നമ്മൾ ഇതാണ് ഒരു വെലോസിറ്റിയുടെ കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വെലോസിറ്റി വെക്റ്ററിനെ, അതായത് എക്സ് ആക്സിസിൽ ഒരു കമ്പോണൻ്റ്, വൈ ആക്സിസിൽ ഒരു കമ്പോണൻ്റ്. ഈ കിട്ടുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നതിനെ ആയിരിക്കും V cos θ. ഇത് തീറ്റ ആംഗിൾ ആണെങ്കിൽ തീറ്റയോട് ചേർന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു കോസ് കമ്പോണൻ്റ് ആണെന്ന്. അപ്പോൾ V cos θയും മറ്റേ കമ്പോണൻ്റ് V sin θയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മൂവ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ Vx എന്ന് പറയുന്ന കമ്പോണൻ്റ് ഇവിടെയും Vy എന്ന് പറയുന്ന കമ്പോണൻ്റ് ഇതിലുമാണ്. ഇവിടെ അതെ, Vx ഇവിടെയാണ്, Vy ഇവിടെയാണ്. പക്ഷേ അതിൻ്റെ ഈ മാക്സിമം ഹൈറ്റായി ഈ ടോപ്പ് പോർഷനിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ എന്താണ്? Vy കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ =0 ആണ്. അവിടെ വൈ ആക്സിസിലോട്ടുണ്ടോ? ഇല്ല, എല്ലാം ആക്ട് ചെയ്യുന്നത് എക്സ് ആക്സിസിലൂടെയാണ്. ഓക്കെ, അപ്പോൾ Vx മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, Vy ഇല്ല. ബാക്കി എല്ലാ പോയിന്റിലും നമുക്ക് കാണാം ഇവിടെ ഒരു എക്സ് കമ്പോണൻറ്റും ഉണ്ട്, വൈ കമ്പോണൻറ്റും ഉണ്ട്. ഇതാണ് എക്സ് കമ്പോണൻറ്റ്, ഇത് വൈ കമ്പോണൻറ്റ്, അങ്ങനെ ആക്ട് ചെയ്യും. ഇതിന് നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിലോ ഇതാണ് വൈ കമ്പോണൻറ്റ്, ഇതാണ് എക്സ് കമ്പോണൻറ്റ്. അങ്ങനെ ഏത് ഡയറക്ഷനിലോട്ടാണെന്ന് വെച്ചാൽ അത് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഡയഗ്രാം പ്രധാനമാണ്. ഓക്കെ, ഒരുപാട് വെലോസിറ്റി കമ്പോണൻസ് വരച്ചില്ല എങ്കിലും ഇത് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഈ മുകളിലുള്ളത്, പിന്നെ ഇത് ആഫ്റ്റർ നെഗറ്റീവ് ഡയറക്ഷനിൽ എങ്ങോട്ടാണെന്നുള്ളതും റെപ്രസെൻ്റ് ചെയ്യണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ഈ വെലോസിറ്റി കമ്പോണൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത്? അപ്പോൾ ഇവിടെ ഒരു കമ്പോണൻറ്റ്, അത് കഴിഞ്ഞിട്ട് മേളിൽ
ഇവിടെ vy 0 ആണ്, vx ഉണ്ടെന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ഒരു കമ്പോണൻറ്റോടെ റെപ്രസെൻറ്റ് ചെയ്താൽ അത്രേൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ മാർക്ക് ആവശ്യത്തിന് കിട്ടാനുള്ള ഡയറക്ഷൻസ് എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ആക്സിലറേഷനെ കൺസിഡർ ചെയ്യുമ്പോൾ അത് വൈ ഡയറക്ഷനിലോട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ആക്സിലറേഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, എക്സ് ആക്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വരുമ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സെയിം ആയിരിക്കും. ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അവിടെ ആക്സിലറേഷൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. പക്ഷേ ഈ വൈ ആക്സിസിൽ മാത്രമാണ് ആക്സിലറേഷൻ പ്രസൻ്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മുകളിലോട്ട് എറിയുമ്പോഴത്തേക്കും അല്ലേ അതിൻ്റെ ആക്സിലറേഷനിൽ വ്യത്യാസം വരുന്നുള്ളൂ. ആക്സിലറേഷൻ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട്, മറ്റിടത്തെല്ലാം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു, എക്സ് കമ്പോണൻസ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ പാരബോളിക് ഷേപ്പാന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുമായിട്ട് ചേർന്ന് വരുന്ന 3 ഡെറിവേഷൻസിൻ്റെ ഫൈനൽ ഇക്വേഷൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. അതായത് ടൈം മാക്സ്, അതായത് എന്തുമാത്രമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് ഇത് ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇതേ ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് എന്തുമാത്രം സമയം എടുക്കുന്നു, അതാണ് ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 2u sin θ ഡിവൈഡഡ് ബൈ g. പിന്നെ അടുത്ത h ഈക്വൽസ് u² sin² θ ഡിവൈഡഡ് ബൈ 2g. അത് സെക്കൻഡ് ഇക്വേഷൻ. അതായത് മാക്സിമം ഹൈറ്റ് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഇതിനെയാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചിവിടെ എത്താനായിട്ട്, അതേ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ തിരിച്ചെത്താനായിട്ട് എത്ര സമയം ടോട്ടൽ എടുക്കുന്നു, അതാണ് ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്ന് ഇവിടം വരെ എത്താനുള്ള ഹൈറ്റ്, അതാണ് മാക്സിമം ഹൈറ്റ്. ഇനി നെക്സ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസിൽ നോക്കുമ്പോൾ ഇതാണല്ലോ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അതേ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ ഇത്രയും കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, r = u² sin 2θ ഡിവൈഡഡ് ബൈ g. അതാണ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് വളരെ പ്രധാനമാവുന്ന വേറൊരു കേസ് കൂടെയുണ്ട്. മാക്സിമം റേഞ്ച് നമുക്ക് എപ്പോഴാണ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? മാക്സിമം റേഞ്ച് കിട്ടുന്നത് when sin 2θ വാല്യൂ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ സൈൻ 2θയുടെ വാല്യൂ 1 ആവുമ്പോഴാണ് നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടുന്നത്. സൈൻ ഓഫ് 90 ഈസ് 1. അപ്പോൾ 2θ എന്ന് പറയുന്നത് 90 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് തീറ്റ ഈക്വൽസ് 45 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, മാക്സിമം റേഞ്ച് കിട്ടുന്ന ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിക്കായിരിക്കും അതിന് നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് വളരെ പ്രധാനമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇത് കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ് ഇതും ഇതിൻ്റെ ഡെറിവേഷൻസ്. ഓക്കെ, പിന്നെ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് എ പാരബോള എന്ന് ചോദിക്കുന്ന ആ ഒരു ചെറിയ ഡെറിവേഷൻ കൂടെ ഉണ്ട്. അതും പറ്റുവാണെങ്കിൽ ഒന്ന് പഠിച്ചേക്കും. പക്ഷേ ഈ ഇക്വേഷൻസും ഡെറിവേഷൻസും എല്ലാം ഈ ഡയഗ്രാം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത് പഠിക്കുന്നത് യൂണിഫോം സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളായിട്ട് മൂവ് ചെയ്യുന്നതാണ് സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓബ്ജക്റ്റ് സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ ഒരേ ടൈം ഇൻ്റർവെല്ലിൽ, ഈക്വൽ ടൈം ഇൻ്റർവെൽ, ഓക്കെ, ഒരേ ടൈം ഇൻ്റർവെല്ലിൽ ഓബ്ജക്റ്റ് കവർ ചെയ്യുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഓബ്ജക്റ്റ് യൂണിഫോം സർക്കുലാർ മോഷനിലാണെന്ന് പറയാം. അതായത് സർക്കുലാർ പാത്തിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് സെയിം ടൈം ഇൻ്റർവെല്ലിൽ ഒരു ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയാം. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന വേറൊരു കാര്യമാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ആണെങ്കിൽ അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ദ സെൻറ്റർ. ആക്സിലറേഷൻ ആക്ടിങ് ടുവേർഡ്സ് ദ സെൻറ്റർ. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ AC സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v² by r.
ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. അതിൽ ഡെറിവേഷനും ഉണ്ട്. ആ ഡെറിവേഷനും വളരെ പ്രധാനം തന്നെയാണ്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v²/r. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ വിച്ച് ഇസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെൻറ്റർ. ഇനി സെൻട്രിപിറ്റൽ ആക്സിലറേഷനും ഇത് ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്, വെലോസിറ്റി തമ്മിലുള്ള റിലേഷനാണ് AC = v²/r. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇപ്പോൾ AC v²/r എന്ന് കിട്ടി. ഞാനിവിടെ പറഞ്ഞു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലാർ പാത്തിലിരിക്കുന്ന ഓബ്ജക്റ്റിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഇത് സെൻറ്ററിൽ നിന്ന് ഇവിടെ ഇപ്പോൾ P എന്ന് പറയുന്ന പൊസിഷനിൽ ഇരുന്ന ഓബ്ജക്റ്റ് കുറച്ച് കഴിയുമ്പം P'-ലെത്തിയാൽ ആംഗിളിൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകുന്നു, അതിനെയാണ് തീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ആംഗുലർ വെലോസിറ്റി? നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണല്ലേ. ഇപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് δθ ആണെങ്കിൽ δθ ഡിവൈഡഡ് ബൈ δt ആയിരിക്കും ഒമേഗ എന്ന് പറയുന്നത്. ഒമേഗ ഈക്വൽസ് δθ/δt എന്ന് എഴുതുകയോ അല്ലെങ്കിൽ dθ/dt എന്ന് വേണമെങ്കിലും എഴുതാം. അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഞാൻ ഇതിനു മുന്നേ ഡയമെൻഷണൽ അനാലിസിസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുന്നത് റേഡിയൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സോളിഡ് ആംഗിൾ ആണെങ്കിൽ അതായത് റേഡിയൻസ് പെർ സെക്കൻഡ്. ഒമേഗ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ്. അതുപോലെ തന്നെ ആംഗുലർ ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ കാണുന്നത് എങ്ങനെയാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, റൈറ്റ്. ആംഗുലർ ആക്സിലറേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൽഫയാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ d⍵/dt. അതാണ് ആംഗുലർ ആക്സിലറേഷൻ. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ ഒമേഗ കാണാൻ. ഒമേഗ ആംഗുലർ വെലോസിറ്റിയാന്ന് പറഞ്ഞു. ഒമേഗയെ ഫ്രീക്വൻസിയുടെ ടേംസിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഒമേഗ ഈക്വൽസ് 2π × ന്യൂ. ഇങ്ങനെ ഇത് ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ഓക്കെ, പിന്നെ V = R ഒമേഗ. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടാവും ടീച്ചേഴ്സ്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, V = R ഒമേഗ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം 2π × ന്യൂ × R. വെലോസിറ്റിക്ക് അങ്ങനെ വേണേലും എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വെച്ചേക്കുക. AC = v²/r, V = R ഒമേഗ, ഒമേഗ = 2π × ന്യൂ ആൻഡ് V = 2π × ന്യൂ R. ഓക്കെ, ഇതെല്ലാം യൂണിഫോം സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ആണ്. അതുപോലെ തന്നെ ആ ഡെറിവേഷൻ AC = v²/r എന്ന് പറയുന്ന ഇക്വേഷൻ ഡെറിവേഷനും നല്ലോണം പഠിച്ചുകൊള്ളണം. ഓക്കെ, ഇനി അടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെയുള്ള എനിക്ക് പ്രധാനം എന്ന് തോന്നിയ ഒരു ന്യൂമറിക്കലൂടെ പറഞ്ഞു തരാം. ഓക്കെ, ഈ റെയിൻ ബൈസൈക്കിൾ പ്രോബ്ലംസ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്. റെയിൻ ഈസ് ഫോളിങ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 35 m/s. A woman rides a bicycle with a speed of 12 m/s. റെയിൻ വന്ന് വീഴുന്നത് 35 m/s. വുമൻ ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്നത് 12 m/s ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഷീ ഷുഡ് ഹോൾഡ് ഹെർ അംബ്രല്ല? അപ്പോൾ വെലോസിറ്റി ഓഫ് ദ റെയിൻ എന്ന് പറയുന്നത് 35 m/s. വെലോസിറ്റി ഓഫ് ദ ബൈസൈക്കിൾ എന്ന് പറയുന്നത് 12 m/s ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ഷീ ഷുഡ് ഹോൾഡ് ഹെർ അംബ്രല്ല? അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ മഴയാണെങ്കിൽ നമ്മൾ കുട പിടിക്കേണ്ടത് എങ്ങോട്ടാണ്? മഴയ്ക്ക് അഗെയിൻസ്റ്റേറ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് രണ്ടുപേരും മൂവ് ചെയ്യാണ്. നമ്മൾ മൂവ് ചെയ്യാണ്, മഴയും മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ലേഡി ഇങ്ങനെ ബൈസൈക്കിളിൽ പോവുകയാണ്. ബൈസൈക്കിൾ മൂവ് ചെയ്യാണ് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. അപ്പോൾ ലേഡി ഇങ്ങനെ പോവുകയാണ്, റെയിൻ ഇങ്ങനെ വീഴുകയാണ്. ഓക്കെ, ഇതാണ് റെയിൻ, ഇതാണ് ബൈസൈക്കിൾ. അപ്പോൾ കുട പിടിക്കേണ്ടത് ഏത് ഡയറക്ഷനിലായിട്ടാണ്? നമ്മൾ മഴയ്ക്ക് അഗെയിൻസ്റ്റായിട്ടാണ് പിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങോട്ടാണ് റെയിൻ വന്ന് വീഴുന്നത്? വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു ബൈസൈക്കിൾ. നമുക്കനുസരിച്ചിട്ട് ഇപ്പം നമ്മളൊരു കുട പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കനുസരിച്ചിട്ട്, അതായത് മറ്റേ ആൾ കുട പിടിക്കുന്നത് നോക്കിയിട്ടല്ല,
നമുക്കനുസരിച്ചിട്ട് മഴ ഇങ്ങോട്ടാണോ വീഴുന്നത് അങ്ങോട്ടാണോ വീഴുന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കുട പിടിക്കാൻ. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു ബൈസൈക്കിൾ നോക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? VR മൈനസ് VB. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് VB ആണ്, ഇത് VR ആണ്. ഇനി നമുക്ക് VR മൈനസ് VB ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആസ് പെർ വെക്റ്റർ അഡീഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമുക്ക് പ്ലസ്സേ അറിയാവും, നമ്മളപ്പോൾ VR പ്ലസ് മൈനസ് VB എന്ന് എഴുതാം. ഓക്കെ, വെക്റ്റർ അഡീഷൻ ചെയ്യണമെങ്കിൽ VR ഓൾറെഡി ഇങ്ങനെയാണ്. ഇനി ഇങ്ങോട്ടിരിക്കുന്ന VBയെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ അത് മൈനസ് VB ആയല്ലോ. ഓക്കെ, ഇനി നമുക്കപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനിലോട്ടായിരിക്കണം നമ്മൾ കുട പിടിക്കേണ്ടത്. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിലോട്ടാണ് റെയിൻ വീഴുന്നത്. അപ്പോൾ നമ്മൾ കുട പിടിക്കേണ്ടത് എങ്ങനെയാണ്? അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അല്ലേ? അപ്പോൾ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദിസ് തീറ്റ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദ റെയിൻ തീറ്റ ആംഗിൾ മാറിയിട്ട് ഈ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻ തീറ്റ കണ്ടുപിടിക്കുകയാണെങ്കിൽ ടാൻ തീറ്റ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ VB ഡിവൈഡഡ് ബൈ VR. VB എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 35. Therefore തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് 12 ബൈ 35. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത്രയും ആംഗിൾ വ്യത്യാസപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, രണ്ട് ഓബ്ജക്ട്സ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റിയാണ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ഇവിടെ നമ്മൾ ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് കുട പിടിക്കേണ്ടത്? റെയിനിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അതുകൊണ്ട് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ദ ബൈസൈക്കിൾ. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇതുപോലത്തെ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആണെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഓക്കെ, ഇതൊരു ജസ്റ്റ് റിവിഷൻ, നിങ്ങൾക്ക് എല്ലാം കൂടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ദയവേത് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നാളെ വേറൊരു ചാപ്റ്ററുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.